ഇടതു വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമായതോടെ കൊല്ലം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇരു സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ സജീവമാണ്. വികസന പ്രവർത്തനങ്ങളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തുണയ്ക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രന്റെ പ്രതീക്ഷ. NK പ്രേമചന്ദ്രനായി മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രേമചന്ദ്രനുമായി ബിനിൽ സാബു സംസാരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായതോടെ കൊല്ലവും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയായുള്ള NK പ്രേമേന്ദ്രനാണ്, സിറ്റിംഗ് MP ആണ്. സാർ, ഇന്നലെ ഔദ്യോഗികമായി KN ബാലഗോപാലിനെ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ മത്സരം വലിയ മത്സരമായിരിക്കും. കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് വരുന്നത്. എങ്ങനെയാണ് ആ ഒരു സ്ഥാനാർത്ഥി കാണുന്നത്? മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മത്സരമാണ്. വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ. വ്യക്തികൾ സ്വാഭാവികമായും പരിഗണിക്കപ്പെടും, തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ മത്സരമാണ്. ദേശീയ തലത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി മതേതര ജനാധിപത്യ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്ന ഉജ്ജ്വലമായ രാഷ്ട്രീയ ദൗത്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുഖ്യമായും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരാൾ വന്നാൽ കനത്ത മത്സരം, വേറൊരാൾ വന്നാൽ മോശപ്പെട്ട മത്സരം എന്ന നിലയിലേക്ക് മത്സരത്തിന് ഒരിക്കലും ഞാൻ കാണുന്നില്ല. MA ബേബി CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു MA ബേബി. അപ്പോൾ അതല്ല, രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി, പ്രത്യേകിച്ചും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമായും ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തും, ദേശീയ തലത്തിലുള്ള ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ വിലയിരുത്തും. സ്വാഭാവികമായും നിലവിലൊരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള പാർലമെൻറ്റ് അംഗത്തിൻ്റെ പെർഫോമൻസ്, നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നില്ല. ഇപ്പോൾ 5 വർഷത്തെ ഒരു വികസന രേഖ അങ്ങ് പുറത്തിറക്കിയിരുന്നു. ഈ വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ഈ പ്രചാരണത്തിൽ മുൻപന്തിയിലേക്ക് വെക്കുക? ഇല്ല, രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യ ആര് ഭരിക്കണം? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തുടരണമോ വേണ്ടയോ? തുടരണ്ടെങ്കിൽ എന്താണ് രാഷ്ട്രീയ ബദൽ? ആ രാഷ്ട്രീയ ബദലിൻ്റെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇന്ന് ഇന്ത്യയിൽ മുന്നിലുള്ളൂ. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ മുന്നണി. അതാണ് മുഖ്യ രാഷ്ട്രീയം. ആ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? മതേതര ബോധമുള്ള ജനങ്ങൾ, ന്യൂനപക്ഷാവകാശ ബോധമുള്ള ജനങ്ങൾ, അത്തരത്തിലുള്ള ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ആ രാഷ്ട്രീയമാണ് മുഖ്യമായിട്ടുള്ള ഇത്. സ്വാഭാവികമായും ഒരു പാർലമെൻ്റ് അംഗമായി 5 വർഷക്കാലം ഒരു നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതിന് ശേഷം വീണ്ടും അതേ പാർലമെൻ്റ് അംഗം സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ചർച്ചയിൽ വരും. ആ ചർച്ച ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 5 വർഷക്കാലം മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല പാർലമെൻറ്റിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നയരൂപീകരണ രംഗത്തും നിയമനിർമ്മാണ രംഗത്തും ശക്തമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് അനുരോധമായിട്ടുള്ള നയങ്ങളും നിലപാടുകളും സ്വീകരിക്കാൻ ഗവൺമെൻറ്റുകളെ പ്രേരിപ്പിക്കാനും ഗവൺമെൻറ്റുകളെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ് ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. ആ ചുമതല ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെടും. അത് എത്രമാത്രം ഫലപ്രദമായി നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, MP ഫണ്ടിൻ്റെ വിനിയോഗം, നടപ്പാക്കിയിട്ടുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മുഖ്യ വിഷയം ദേശീയ തലത്തിൽ ആരധികാരത്തിൽ വരണമെന്നുള്ളത് തന്നെയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് പ്രധാന പ്രചരണ വിഷയം. സ്വാഭാവികമായും വികസനോന്മുഖ പ്രവർത്തനങ്ങളും അതിൽ ചർച്ചയിൽ വരും. താങ്ക് യു സാർ. എന്തായാലും ദേശീയ വിഷയങ്ങൾ ചർച്ചയാകും, പ്രധാനമായും അതുതന്നെയാകും ചർച്ചയാവുക എന്ന് NK പ്രേമേന്ദ്രൻ പറയുന്നു. അതോടൊപ്പം തന്നെയും പറയുന്നത് ഈ പ്രാദേശിക വിഷയങ്ങളും വികസന വിഷയങ്ങളും കടന്നു വരും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF സ്ഥാനാർത്ഥി കൊല്ലത്തുള്ളത്.